നമസ്കാരം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വളരെ ശക്തമായ ഒരു ആശയമാണ്. യഥാർത്ഥ മാറ്റമെന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്ന ഒന്നല്ല, അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്ന് തുടങ്ങേണ്ട ഒന്നാണ് എന്നതിനെക്കുറിച്ചുള്ള 1961 ഒരു സന്ദേശത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമുക്കൊരുമിച്ച് ഈ ആശയത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ലോകം കുറച്ചുകൂടി നന്നായിരുന്നെങ്കിലെന്ന്, അല്ലേ? പക്ഷേ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ പലപ്പോഴും പാഴായി പോകുന്നതെന്തുകൊണ്ടാണ്? ഒരാൾ ലോകത്തെ നന്നാക്കാൻ ഇറങ്ങുമ്പോൾ എവിടെയാണ് ശരിക്കും പിഴവ് പറ്റുന്നത്? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എല്ലാവർക്കും പറ്റുന്ന ഒരു സാധാരണ തെറ്റിൽ നിന്ന് തുടങ്ങാം. അതായത്, ലോകത്തെ മാറ്റാൻ ശ്രമിക്കുന്നതിന് മുൻപ് നമ്മുടെ ശ്രദ്ധ പോകുന്നത് തെറ്റായ ഒരിടത്തേക്കാണ്. അതെന്താണെന്ന് നോക്കാം. ഇതാണ് രോഹൻ. നോക്കൂ, അവനൊരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട്. ആ കണ്ണാടി തുടച്ച് വൃത്തിയാക്കാനാണ് അവന്റെ ശ്രമം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. കണ്ണാടിയിലല്ല അഴുക്ക്, അവന്റെ മുഖത്ത് തന്നെയാണ്. നമ്മളിൽ പലരും ഇങ്ങനെ തന്നെയാണല്ലേ? പ്രശ്നം പുറത്താണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. രോഹൻ ചിന്തിക്കുന്നത് കണ്ടോ? നാട്ടുകാര് മാറിയാൽ, മറ്റുള്ളവരൊക്കെ നന്നായാൽ ഈ സമൂഹം തനിയെ മെച്ചപ്പെടുമെന്നാണ് അവൻ വിശ്വസിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം പുറത്താണെന്ന് കരുതുന്ന നമ്മുടെയൊക്കെ ഒരു പ്രതിനിധി മാത്രമാണ് രോഹൻ. അപ്പോഴാണ് അവനൊരു ഉപദേശം കിട്ടുന്നത്. ആ വാക്കുകൾ അവനെ ശരിക്കും ചിന്തിപ്പിച്ചു. ലോകത്തെ നന്നാക്കാനുള്ള നിന്റെ ഈ ശ്രമം വെറുതെയാണ്. എവിടെയാണോ എല്ലാം തുടങ്ങുന്നത്, ആ കേന്ദ്രത്തിലേക്ക് ശ്രദ്ധിക്ക്. അതായത് നിന്നിലേക്ക് തന്നെ. ഇത് കേട്ടപ്പോൾ അവൻ ശരിക്കും ഞെട്ടി. മാറ്റം തുടങ്ങേണ്ടത് തന്നിൽ നിന്നാണെന്ന തിരിച്ചറിവ് അവന് കിട്ടിത്തുടങ്ങുകയായിരുന്നു. അതെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുറത്തേക്ക് നോക്കുന്നതിനു പകരം ആദ്യം ഉള്ളിലേക്ക് നോക്കണം. ലോകത്തെ നന്നാക്കാനുള്ള യാത്രയിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ തന്നെ നന്നാക്കുക എന്നതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. സ്വന്തം ചിന്തകളെയും ശീലങ്ങളെയും നിയന്ത്രിക്കാൻ പറ്റാത്തൊരാൾക്ക് എങ്ങനെയാണ് ഈ ലോകത്തെ നയിക്കാനോ മാറ്റാനോ കഴിയുക? സ്വയം ജയിക്കുന്നവനെ ലോകത്തെ ജയിക്കാൻ സാധിക്കൂ. അപ്പോ പ്രശ്നം പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് പരിഹാരത്തിലേക്ക് വരാം. മാറ്റത്തിന്റെ യഥാർത്ഥ തീപ്പൊരിയായ ആത്മനിർമ്മാണമെന്ന ശക്തമായ ആശയത്തിലേക്ക് നമുക്ക് കടക്കാം. 1961 പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യ മുന്നോട്ടുവെച്ച ഒരു മഹത്തായ സന്ദേശമുണ്ട്. അതാണ് ഈ ആശയത്തിന്റെ എല്ലാം കാതൽ. നമ്മൾ മാറും, യുഗം മാറും. വളരെ ലളിതമായി തോന്നാമെങ്കിലും ഒരു കാലഘട്ടത്തെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒരു തത്വമാണിത്. ഇത് കേൾക്കുമ്പോൾ വലിയ സംഭവമായി തോന്നാം, പക്ഷെ ഇതിന്റെ പ്രവർത്തനം വളരെ ലളിതമാണ്. വെറും 2 സ്റ്റെപ്പേ ഉള്ളൂ. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഒരു വ്യക്തി സ്വയം നന്നാകുന്നു. അങ്ങനെ ഓരോ വ്യക്തിയും നന്നാകുമ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പായ സമൂഹം തനിയെ നന്നാകുന്നു. സിമ്പിൾ ലോജിക്. സമൂഹം എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മളെപ്പോലുള്ള ഒരുപാട് പേര് ചേർന്ന ഒന്നല്ലേ? അപ്പോ ഓരോ ഇഷ്ടികയും നന്നാവാതെ ഒരു കെട്ടിടം എങ്ങനെ നന്നാവും? അതുപോലെയാണിതും. ലോകനിർമ്മാണമെന്ന വലിയ കെട്ടിടം പണിയണമെങ്കിൽ അതിന്റെ അടിത്തറ ആത്മനിർമ്മാണം തന്നെയാവണം. ഇവിടെയാണ് ഈ ചിന്തയുടെ ഭംഗി. സ്വയം നന്നാകുന്നത് ഒരു സ്വാർത്ഥതയല്ല, മറിച്ച് അത് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഈശ്വരസേവനയാണ്. കാരണം നമ്മൾ നന്നാകുമ്പോൾ അതിന്റെ ഗുണം ഈ ലോകത്തിനു മുഴുവൻ കിട്ടും. യഥാർത്ഥ പവർ എവിടെ നിന്നാണ് വരുന്നത്? പദവിയിൽ നിന്നോ പണത്തിൽ നിന്നോ അല്ല. അത് വരുന്നത് ശുദ്ധമായ ഒരു സ്വഭാവത്തിൽ നിന്നാണ്. നല്ല സ്വഭാവം എന്ന ആന്തരിക ശക്തിയുണ്ടെങ്കിൽ പുറത്തുള്ള സ്വാധീനം തനിയെ വരും. ഇനി നമുക്ക് ആ ഗുരുവിന്റെ, പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ വാക്കുകൾ തന്നെ നേരിട്ട് കേൾക്കാം. 1961 ആ സന്ദേശം എന്തായിരുന്നുവെന്ന് നോക്കാം. കണ്ടോ, എത്ര വ്യക്തമായാണ് പറഞ്ഞിരിക്കുന്നത്? ലോകത്തെ ക്ലീൻ ചെയ്യാൻ പോകുന്നതിനു മുൻപ് ആദ്യം നമ്മുടെ മനസ്സിനെ ക്ലീൻ ചെയ്യണം. ഉള്ളിലെ മാലിന്യങ്ങൾ കളഞ്ഞാൽ പുറത്തുള്ള അനീതിയും ദുഃഖവും തനിയെ ഇല്ലാതാകും. ഈ സന്ദേശം അവസാനിക്കുന്നത് വളരെ ശക്തമായൊരു ആഹ്വാനത്തോടെയാണ്. ഒരു പുതിയ യുഗം ഉണ്ടാകണമെങ്കിൽ അതിന്റെ അടിസ്ഥാനം ആത്മനിർമ്മാണമാണ്. ഒരൊറ്റ വിളക്ക് കത്തിച്ചാൽ മതി കൂരിരുട്ടിനെ വെല്ലുവിളിക്കാൻ. നമ്മൾ ഓരോരുത്തരും ആ വിളക്കായി മാറണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത്, യഥാർത്ഥ ഹീറോയിസം എന്ന് പറയുന്നത് പുറത്തുള്ള ആരോടെങ്കിലും യുദ്ധം ചെയ്യുന്നതല്ല, നമ്മുടെ ഉള്ളിലെ മോശം ചിന്തകളോടും ശീലങ്ങളോടും പോരാടുന്നതാണ് ഏറ്റവും വലിയ ധീരത, ഏറ്റവും വലിയ വീരത്വം. ശരി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇനി ഇത് എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്ന് നോക്കാം, അല്ലേ? അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ രോഹന്റെ മാറ്റത്തിലൂടെയും ചില പ്രായോഗിക വഴികളിലൂടെയും മുന്നോട്ടു പോകാം. നോക്കൂ, നമ്മുടെ രോഹനെ. അവനിപ്പോ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല,
പകരം സ്വന്തം ഉള്ളിലേക്ക് നോക്കി സ്വയം മെച്ചപ്പെടുത്താനുള്ള ഒരു യാത്രയിലാണ്. ആന്തരികമായൊരു വെളിച്ചം അവനെ മുന്നോട്ട് നയിക്കുന്നു. അപ്പോ നമുക്കും ഈ യാത്ര തുടങ്ങാം. അതിനെന്തു ചെയ്യണം? ഒന്നാമതായി, മറ്റുള്ളവരെ പഴിക്കുന്നതങ്ങ് നിർത്തുക. രണ്ടാമതായി, നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണെന്ന് സത്യസന്ധമായി കണ്ടെത്തുക. മൂന്നാമതായി, ആ കുറവുകളെ മാറ്റിയെടുക്കുമെന്ന് ഒരു ഉറച്ച തീരുമാനമെടുക്കുക. എപ്പോഴും ഓർക്കുക, ശ്രേഷ്ഠതയും നന്മയും നമ്മുടെയെല്ലാം ഉള്ളിൽ തന്നെയുണ്ട്. അതിനെ പുറത്തു കൊണ്ടുവന്നാൽ മതി. അപ്പോ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓടിച്ചു നോക്കിയാലോ? പുതിയൊരു യുഗത്തിനുള്ള ഫോർമുല വളരെ ലളിതമാണ്. നമ്മൾ മാറുമ്പോൾ യുഗവും മാറും. ലോകസമാധാനത്തിലേക്കുള്ള വഴി തുടങ്ങുന്നത് ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ നിന്നാണ്. സ്വന്തം കുറവുകളെ ഇല്ലാതാക്കുന്നതാണ് യഥാർത്ഥ വീരത്വം. നമ്മൾ സ്വയം നന്നാകുമ്പോൾ ഈ ലോകം നമുക്ക് കൂടുതൽ മനോഹരമായി തോന്നിത്തുടങ്ങും. അതാണ് യഥാർത്ഥ സന്തോഷം. അവസാനമായി ആ വിളക്കിന്റെ കാര്യം ഒന്നുകൂടി ഓർക്കാം. നമ്മൾ എല്ലാവരും ഓരോ വിളക്കാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ഇരുട്ടിനെ ഇല്ലാതാക്കാനാണ് ആ വിളക്ക് കത്തിക്കാൻ പോകുന്നത്? ഈ ഒരു ചോദ്യത്തോടെ ഞാൻ നിർത്തുന്നു. നന്ദി.